Hi all, welcome back to Signature Solutions YouTube channel. It's me Shamna. നമ്മൾ ലാസ്റ്റ് രണ്ട് ടോപ്പിക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി ദെൻ പ്രോകാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൽ നിന്ന് വരാവുന്ന PSC ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു Pasteur's statement, which one of the following is true? അതിൽ ഓപ്ഷൻസ് നോക്കാം. എ, ലിവിംഗ് ഓർഗാനിസംസ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ സ്റ്റീരിയോസോമസ്. ഓപ്ഷൻ ബി, ഫെർമെന്റേഷൻ ഇസ് ആൻ എയറോബിക് പ്രോസസ്. ഓപ്ഷൻ സി, ലിവിംഗ് ഓർഗാനിസംസ് ഡസൻറ്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ സ്റ്റീരിയോസോംസ്. ഓപ്ഷൻ ബി, ഡി, ബോത്ത് എ ആൻഡ് ബി. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ലിവിംഗ് ഓർഗാനിസംസ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ സ്റ്റീരിയോസോമസ്. ദെൻ ഓപ്ഷൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ഓപ്പൺ ട്യൂബ് ഓഫ് ബ്രോത്ത് remained free of bacteria when air was free of dust? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത്. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ, സ്പെല്ലൻസാനി. ഓപ്ഷൻ ബി, ജോൺ ടിൻഡാൽ. ഓപ്ഷൻ സി, ഫ്രാൻസിസ്കോ റെഡ്ഡി. ഓപ്ഷൻ ഡി, ലൂയിസ് പാസ്ചർ. നമുക്ക് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ജോൺ ടിൻഡാൽ ആണ് ഓപ്പൺ ട്യൂബ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, father of microbiologist, we must want to know. Answer നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ലൂയിസ് പാസ്റ്റർ. ഓപ്ഷൻ ബി, ജോസഫ് ലിസ്റ്റർ. ഓപ്ഷൻ സി, ആന്റണി വാൻ ലിവൻഹുക്ക്. ഓപ്ഷൻ ഡി, റോബർട്ട് കോച്ച്. ആൻസർ വരുന്നത് ആന്റണി വാൻ ലിവൻഹുക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി ആന്റിസെപ്റ്റിക് മെത്തേഡ് വാസ് ഫസ്റ്റ് demonstrated by ഓപ്ഷൻ എ, വാനോസ്കി. ഓപ്ഷൻ ബി, ലോർഡ് ജോസഫ് ലിസ്റ്റർ. ഓപ്ഷൻ സി, എഡ്വേർഡ് ജെന്നർ. ഓപ്ഷൻ ഡി, ബെയ്ജർനിക്. ആൻസർ വരുന്നത് ജോസഫ് ലിസ്റ്റർ ആണ്. ആന്റിസെപ്റ്റിക് മെത്തേഡ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്. Then next question, fifth one, smallpox vaccine was first discovered by option A, Robert Koch. Option B, Louis Pasteur. Option C, Joseph Lister. Option D, Edward Jenner. ആൻസർ വരുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. സ്മോൾ പോക്സിന് വാക്സിൻ ഡിസ്കവർ ചെയ്തത് എഡ്വേർഡ് ജെന്നർ ആണ്. Then sixth question, father of medical microbiology is Louis Pasteur. Option B, Edward Jenner. Option C, Robert Koch. ഓപ്ഷൻ ഡി, ആന്റണി വാൻ ലിവൻഹുക്ക്. ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് റോബർട്ട് കോച്ച് ആണ്, ഫാദർ ഓഫ് മൈക്രോബയോളജി, മെഡിക്കൽ മൈക്രോബയോളജി. സെവൻത് ക്വസ്റ്റ്യൻ, ആന്റിസെപ്റ്റിക് മെത്തേഡ്സ് were ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റിസെപ്റ്റിക് സർജറി മെത്തേഡ്സ് കാര്യങ്ങളെല്ലാം. ദെൻ ഓപ്ഷൻ എ, ലോർഡ് ജോസഫ് ലിസ്റ്റർ, ഇവനോസ്കി. ഓപ്ഷൻ സി, ബെയ്ജർനിക്. ഓപ്ഷൻ ഡി, എഡ്വേർഡ് ജെന്നർ. നമുക്ക് ആൻസർ വരുന്നത് ഇവനോസ്കി ആണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ആന്റിസെപ്റ്റിക് മെത്തേഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ എയ്റ്റ് വൺ, ആന്റിസെപ്റ്റിക് സർജറി വാസ് ഡിസ്കവേർഡ് ബൈ. ഓപ്ഷൻസ് എ, ജോസഫ് ലിസ്റ്റർ. ഓപ്ഷൻ ബി, ഏണസ്റ്റ് എപ്പ്. ഓപ്ഷൻ സി, ലൂയിസ് പാസ്റ്റർ. ഓപ്ഷൻ ഡി, ബെയ്ജർനിക്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ജോസഫ് ലിസ്റ്റർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നയൻത്ത് വൺ, first Pasteur conducted fermentation experiments in Louis Pasteur. ഫെർമെൻറ്റേഷൻ, പാസ്ചറൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫെർമെൻറ്റേഷൻ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത് ഏത് ഫുഡിലാണെന്നാണ് ചോദിച്ചത്, ഏതിലാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. മിൽക്ക്. ഓപ്ഷൻ എ, മിൽക്ക്. ഓപ്ഷൻ ബി, ഫുഡ് മെറ്റീരിയൽ. ഓപ്ഷൻ സി, ഫ്രൂട്ട് ജ്യൂസസ്. ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി. അതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഫ്രൂട്ട് ജ്യൂസ്. ഫ്രൂട്ട് ജ്യൂസിലാണ്, മിൽക്കിലല്ല, ഫ്രൂട്ട് ജ്യൂസിലാണ് ലൂയിസ് പാസ്റ്റർ ഫസ്റ്റ് ഫെർമെൻറ്റേഷൻ എക്സ്പെരിമെന്റ്. Then 10th question, modern concept of chemotherapy was proposed by. Option A, Paul Ehrlich. Option B, Joseph Lister. Option C, Elie Metcalfe. Option D, none of this. Modern concept of chemotherapy first introduce ചെയ്തത് ഓപ്ഷൻ എ, പോൾ എർലിച്ച് ആണ്. And 11th question, compound microscope was discovered by. Option A, Anthony van Leeuwenhoek. Option B, Louis Pasteur. Option C, Johnson and Hans. Option D, none of these.
അതിൽ 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഡിസ്കവർ ചെയ്തത് ആന്റണി വാൻ ലീവൻഹുക്ക് ആണ്. 12th ക്വസ്റ്റ്യൻ ഫാഗോസൈറ്റിക് ഫിനോമിനൻ വാസ് ഡിസ്കവേർഡ് ബൈ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫാഗോസൈറ്റിക് ഫിനോമിനൻ ഓഫ് ബാക്ടീരിയാസിൽ. അതിൽ ഓപ്ഷൻസ് അതാരാണ് ഡിസ്കവർ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലൂയിസ് പാസ്റ്റർ, ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ് മെറ്റ്കിനോഫ്, ഓപ്ഷൻ ഡി റോബർട്ട് കോച്ച്. ആൻസർ വരുന്നത് മെറ്റ്കിനോഫ് ആണ്. 13th question viral infection of bacteria was discovered by option A de Harel, option B Frederick Tuert, option C Beijernik, option D Ivanovsky. അതിൽ നമുക്ക് 13th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഫെഡറിക് ട്വേർട്ട് ആണ്. ഫെഡറിക് ട്വേർട്ട് ഡിസ്കവേർഡ് അബൌട്ട് ബാക്ടീരിയോഫേജസിനെ ഡിസ്കവർ ചെയ്തത് ഫെഡറിക് ട്വേർട്ട് ആണ്. 14th ക്വസ്റ്റ്യൻ term vaccine was coined by option A Robert Koch, option B Louis Pasteur, option C John Needham, option D none of these. അതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലൂയിസ് പാസ്റ്റർ ആണ് ടേം വാക്സിന് ഫസ്റ്റ്. നമുക്ക് 15th ക്വസ്റ്റ്യൻ നോക്കാം. The inventor of microscope is first option Galileo, option B Antony van Leeuwenhoek, option C Louis Pasteur, option D Robert Koch. നമുക്ക് 15th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആന്റണി വാൻ ലീവൻഹുക്ക് ആണ് മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത്. 16th question electron microscope was discovered by A Professor Fritz, option B Janssen and Hans, option C Knoll and Ruska, option D none of the above. ആൻസർ വരുന്നത് നോൾ ആൻഡ് റുസ്ക ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. 17th ക്വസ്റ്റ്യൻ ദ റോൾ ഓഫ് ഫാഗോസൈറ്റോസിസ് വാസ് ഡിസ്കവേർഡ് ബൈ ഫാഗോസൈറ്റിക് എഫക്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാഗോസൈറ്റോസിസ് എന്താണ്, റോൾ ഓഫ് ഫാഗോസൈറ്റോസിസ് എന്താണെന്നുള്ളത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. പോൾ ഏർലിച്ച്, ജോസഫ് ലിസ്റ്റർ, എലി മെറ്റ്കിനോഫ്, ലൂയിസ് പാസ്റ്റർ. 17th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഏർലി മെറ്റ്കിനോഫ്. Then 18th question L forms are discovered by A Kleinberger, option B Louis Pasteur, option C Robert Koch, option D Antony van Leeuwenhoek. സെൽ വോൾ ലാക്ക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെയാണ് നമ്മൾ എൽ ഫോംസ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ദെൻ അതിൽ നമുക്ക് 18th ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ക്ലെയിൻബർഗർ ആണ് ആൻസർ വരുന്നത്. Then 19th question the main feature of prokaryotic organism is absence of locomotion, absence of nuclear envelope, option C absence of nuclear material, option D absence of protein synthesis. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൻ്റെ മെയിൻ ഫീച്ചറാണ് ന്യൂക്ലിയർ എൻവലപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th mesosomes are also known as option A mitochondria, endoplasmic reticulum, plasmids, chondroids. ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് മെസോസോംസിന് വേറെ പറയുന്നത് കോൺട്രോയിഡ്സ് എന്നാണ്. Then 21st one the stalked particles on the cristae of mitochondria are called glycosomes. Option B peroxisomes, option C oxysomes, option D spherosomes. ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് പെറോക്സിസോംസ് ആണ്. 21 പെറോക്സിസോംസ്. Then 22nd question phagocytic theory was proposed by option A Louis Pasteur, option B early Metchnikoff, option C Behring, option D Weidel. ആൻസർ വരുന്നത് early Metchnikoff ആണ് ഫാഗോസൈറ്റിക് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. 23rd question Staphylococcus aureus was isolated by option A Rosenbach, option B Louis Pasteur, option C Passett, option D Sir Alexander Ogston. അല്ല നമുക്ക് ആൻസർ വരുന്നത് 23rd ക്വസ്റ്റ്യനിൽ ലൂയിസ് പാസ്റ്റർ ആണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തത് ഫസ്റ്റ് ആയിട്ട്. Then 24th question E. coli was first isolated by option A Louis Pasteur, option B Escherichia, option C Shiga, option D Robert Koch. Obviously E. coli Escherichia ആണ്, Escherichia coli.
എസ്കറിഷ് ആണ് ഈ കോളിനെ ഐസൊലേറ്റ്. ദെൻ നമുക്ക് 25th ക്വസ്റ്റ്യൻ നോക്കാം. The functions of plasmids are first option A DNA replication, option B protein synthesis, option C cell wall synthesis, option D none of this. അതിലെ 25th ക്വസ്റ്റ്യന് പ്ലാസ്മിഡ്സിൻ്റെ ഫങ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൽ ഏതും വരുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് 26th question. The bacterial pili mainly contain option A carbohydrates, option B lipids, option C proteins, option D minerals. 26th bacterial pili mainly contain of protein. 27th question. Mesosomes are the part of option A plasma membrane, option B endoplasmic reticulum, option C lysosomes, option D Golgi apparatus. Then 27th question answer വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ പാർട്ടാണ് മെസോസോംസ്. 28th question. All prokaryotes are surrounded by a cell wall except option A mycoplasma, option B spirochetes, option C actinomycetes, option D methanogena. 28th question answer വരുന്നത് ഓപ്ഷൻ എ ആണ്, mycoplasma. In 29th question, the site of energy production in a cell. നമ്മൾ പറഞ്ഞായിരുന്നു എനർജി ബോംബ്. Then option നോക്കാം. Microbody, option B chromosomes, option C ribosomes, option D mitochondria. ആൻസർ വരുന്നത് mitochondria. And 13th question, bacterial ribosomes are composed of option A protein of DNA, protein and DNA, option B protein and mRNA, option C protein and rRNA, option D protein and tRNA. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രോട്ടീൻ ആൻഡ് rRNA വെച്ചിട്ടാണ് റൈബോസോംസ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. 31st question, pigment bearing structure of bacteria are option A mesosomes, option B plasmids, option C mitochondria, option D chromophores. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, chromophores. Then to 32, cytoplasmic streaming is present in option A prokaryotes, option B animals, option C eukaryotes, option D both A and B. ആൻസർ വരുന്നത് യൂക്കാരിയോട്സിലാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് കാണുന്നത്. 33 question 33. The bacterial cell multiplication is usually by option A mitosis, option B meiosis, option C conjugation, option D binary fission. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബൈനറി ഫിഷൻ വഴിയാണ് ബാക്ടീരിയൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. Then 34 question, thickness of cell wall ranges from answer option A 9 to 10 nanometer, option B 12 to 13 nanometer, option C 10 to 25 nanometer, option D 30 to 40 nanometer. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 10 to 15 നാനോമീറ്റർ ആണ് ബാക്ടീരിയൽ സെൽ വാളിൻ്റെ തിക്. 35th question, capsule formation occurs in the presence of option A albumin, option B charcoal, option C serum, option D starch. 35th question ആൻസർ വരുന്നത് സി, സെറത്തിൻ്റെ പ്രസൻസിലാണ് ക്യാപ്സ്യൂൾ ഫോർമേഷൻ നടക്കുന്നത്. Then 36th question, organelles with hydrolytic enzymes are option A mitochondria, option B Golgi complex, option C lysosomes, option D ribosomes. ആൻസർ വരുന്നത് ഓപ്ഷൻ സി lysosomes. Then 37th question, mesosomes are options A kind of ribosomes, option B formed during cell lysis, option C a part of cell wall, option D principal sites of respiratory enzymes. 37th question ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 38th question, bacterial locomotion is accomplished by options നോക്കാം. ഓപ്ഷൻ എ ഫിംബ്രിയ, ഓപ്ഷൻ ബി ഫ്ലജല്ല, ഓപ്ഷൻ സി സൈറ്റോസ്കെൽട്ടൺ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി.
38ൽ നമുക്ക് ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി. ഫിംബ്രിയെ ആൻഡ് ഫ്ലജെല്ല ആണ് ബാക്ടീരിയൽ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നത്. Then 39th question, the characteristic shape of bacteria is maintained because of option A capsule, option B cell wall, option C cell membrane, option D slime layer. അതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെൽ വാൾ ആണ്. The characteristic shape of the bacteria is maintained because of cell wall. Then 14th question, bacterial capsule is chemically composed of options A polypeptide, option B polynucleotides, option C polysaccharides, option D polypeptides or polysaccharides. Option D polypeptides and polysaccharides ആണ്. Bacterial capsule is chemically composed of polypeptides or polysaccharides. 41, lysosomes are also known as option A mitochondria, option B chloroplast, option C Golgi complex, option D chondroids. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, chondroids. Then 42, bacteria multiply by A spore formation, B simple binary fission, option C conjugation, option D gametes. ഓപ്ഷൻ ബി ആണ്, സിമ്പിൾ ബൈനറി ഫിഷൻ വഴിയാണ് ബാക്ടീരിയൽ സെൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. 43, സെൽ വാൾ ഈസ് ഓപ്ഷൻ എ എത്തിക് ഗ്രാം പോസിറ്റീവ് ദാൻ ഗ്രാം നെഗറ്റീവ്, ഓപ്ഷൻ ബി എത്തിക് ഇൻ ഗ്രാം നെഗറ്റീവ് ദാൻ ഗ്രാം പോസിറ്റീവ്, then option C equal in both, option D in gram negative cell wall is absent. 43, option A thick in gram positive than gram negative bacteria, cell wall is thick in gram positive than gram negative bacteria. Then 44, phagocytes are option A monocytes, option B macrophages, option C basophils, option D all of this. 44 all of this ആണ് ആൻസർ വരുന്നത്. 45, by pasteurization all the option A all the microorganisms can be removed, B only pathogenic forms can be removed, option C only non-pathogenic forms can be removed, option D all of these are correct. 45, option B only pathogenic microorganisms can be removed. Then 46, melting temperature of gelatin is option A 25 degrees Celsius, option B 10 degrees Celsius, option C 5 degrees Celsius, option D minus 25 degrees Celsius. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 25 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ജെലാറ്റിനാണ് ആദ്യം മീഡിയ പ്രിപ്പറേഷന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, സോളിഡ് മീഡിയ. പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു, അത് കാരണമാണ് നമ്മൾ ജെലാറ്റിൻ മാറ്റി അഗറാക്കിയത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെലാറ്റിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത്. 47th question, father of protozoology is option A Antony van Leeuwenhoek, option B Aristotle, option C Francis Corredi, option D Louis Pasteur. 47th question, ആൻസർ വരുന്നത് ആന്റണി വാൻ ലീവൻഹുക്ക്. 48, who invented the word animalcules? നമ്മൾ ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജിയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലൂയിസ് പാസ്ചർ, ഓപ്ഷൻ ബി ആന്റണി വാൻ ലീവൻഹുക്ക്, ഓപ്ഷൻ സി ജോൺ നീത, ഓപ്ഷൻ ഡി ജോസഫ് ലിസ്റ്റർ. നമുക്ക് 48 ആൻസർ വരുന്നത് ആനിമൽക്യൂൾസ് ഫസ്റ്റ് ആയിട്ട് ഇൻവെന്റ് ചെയ്തത് ആന്റണി വാൻ ലീവൻഹുക്ക് ആണ്. ദെൻ 49, who discovered vaccine for smallpox? ആൻസേഴ്സ് എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഓപ്ഷൻ സി ജോസഫ് ലിസ്റ്റർ, ഓപ്ഷൻ ഡി ലൂയിസ് പാസ്ചർ. നമുക്ക് ആൻസർ വരുന്നത് who discovered vaccine for smallpox in option
എ എഡ്വേർഡ് ജെന്നർ ആണ് സ്മോൾ പോക്സിന് വാക്സിൻ ഡിസ്കവർ. നെക്സ്റ്റ്, who discovered staphylococcus? Option A Joseph Lister, option B Houston, option C Beijernick, option D Neisser. അതിൽ ഹൂസ്റ്റൺ ആണ് സ്റ്റഫൈലോകോക്കസ് ഓർഗാനിസത്തിനെ ഫസ്റ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് വന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് പഠിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ ബാക്കി ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് ബാക്കിയുള്ള ഇതിന് ആൻസർ ആവാത്ത ഒരു 3 ഓപ്ഷൻസ് വേറെയും വരുന്നുണ്ട്. ആ 3 ഓപ്ഷൻസ് എവിടെയെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരും എന്നുള്ളത് നോക്കുക. അതായത് ബാക്കി വന്നിട്ടുള്ള ആ ഒരു 3 ഓപ്ഷൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് 4 ക്വസ്റ്റ്യൻസിന്, ഒരു ക്വസ്റ്റ്യനിന് നമുക്ക് 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഹൂ ഡിസ്കവേർഡ് സ്റ്റഫൈലോകോക്കസ് ഹൂസ്റ്റൺ, ഓക്കെ, ജോസഫ് ലിസ്റ്റർ ഉണ്ട് ഇവിടെ. ജോസഫ് ലിസ്റ്ററിന്റെ ഡിസ്കവറി എന്താണെന്ന് നോക്കുക, ബെയ്ജർനിക്കിന്റെ ഡിസ്കവറി എന്താണെന്ന് നോക്കുക, നെയ്സന്റെ ഡിസ്കവറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനുള്ള ചാൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പം 50 ക്വസ്റ്റ്യൻസ് 50 × 4 ക്വസ്റ്റ്യൻസ് നോക്കുക. അത് എന്താണ്, ടേംസ് ആണെങ്കിൽ ആ ടേം എന്താണെന്നെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.